കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ കുഴപ്പമില്ല. എഴുതി കൊടുത്ത പരാതി, ആളുകളുടെ പേര്, പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് കുറച്ച് കാണിച്ചു തരാവേ. എല്ലാം കാണിച്ചല്ലോ, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കേസ് കൊടുത്തു തന്നെയാണ്. പിന്നെ എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബർ ഡാനി സത്യൻ അറസ്റ്റഡ്. ദീപ്തി ടീച്ചർ കേസ് കൊടുത്തതിനെ തുടർന്ന് ഡാനി സത്യനെ നിക്കറിൽ അടിച്ചഴിച്ചു കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ സംഭവം എന്താണെന്നൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. ദീപ്തി ടീച്ചർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രിയേറ്റർ ആയിരുന്നു. അതിന്റെ റീസൺ, ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ മിക്കതും സ്ഥിരമായിട്ടൊക്കെ കാണും. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനുള്ള. പിന്നെ ഒരുപാട് വീഡിയോസ് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വരെയും അതിനെ തൊട്ട് മുന്നേ വരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് എന്തോ ചെറിയൊരു ഇത് തോന്നി. നമുക്ക് എന്നും ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇരിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. എനിക്ക് അവിടെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളും തെറ്റുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ മാന്യമായിട്ട് സംസാരിച്ചു പോയി. എനിക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നി. ദീപ്തി ടീച്ചറെ പണ്ട് മുതലേ അവരുടെ വീഡിയോസ് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു മിസ്സിങ് തോന്നിയത്. പ്രത്യേകിച്ച് അവർ പണ്ട് അവരുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇന്ന് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ മിസ്സിങ് തോന്നി. ഡാനി സത്യൻ 1 മണിക്കൂറിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദീപ്തി ടീച്ചർ പണ്ട് പറഞ്ഞതും പിന്നെ പറഞ്ഞതും ഒക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കണ്ടായിരുന്നു. ഒറ്റ സ്റ്റെപ്പിന് ഇരുന്ന് കാണാൻ പറ്റിയതാണ്. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യമായിട്ട് എങ്ങാണ്ടാണ് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിലാണ് ഞാൻ അത് കണ്ടു തീർത്തത്. ആ വീഡിയോയിലും ഡാനി സത്യം വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുന്നേ പറഞ്ഞതല്ല ഇപ്പൊ പറയുന്ന ആ ഒരു രീതിയിൽ. ഓക്കെ, എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ എല്ലാം പബ്ലിഷ് ചെയ്യാൻ നിൽക്കത്തില്ല. എന്നാൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അഭിപ്രായം പറയാൻ വരും. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ ഓരോ ഇഷ്യൂസും കൊണ്ടിടുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോണ്ടന്റ് ബേസിൽ കോണ്ടന്റ് ചെയ്ത് എല്ലാം അങ്ങ് വിടുക. ആ ഒരു രീതിയുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവും വരും, പോസിറ്റീവും വരും, ചീത്തവിളിയും വരും, നമ്മൾ ആശംസകളും വരും. ഇതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വീഡിയോ ഇടുക. ഇനി വീഡിയോ ഇട്ടിട്ട് നമുക്ക് പൈസ മാത്രം മതി, നമുക്കിതൊന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ തെറിവിളി വരത്തില്ലല്ലോ. ഇത് കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുമ്പോഴല്ലേ നാട്ടുകാർ വന്ന് അവരുടെ അഭിപ്രായം പറയും. ചിലപ്പോൾ അത് നമുക്ക് പിടിക്കത്തില്ല. നമ്മൾ തിരിച്ചു പറയാം, അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് കേസായി വഴക്കായി തല്ലായി ആ ഒരു സെറ്റപ്പിലോട്ട് പോകുന്നു. അതുകൊണ്ട് ഇതിനൊന്നും വയ്യെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ദീപ്തി ടീച്ചറുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. എന്നാലും എവിടെയെങ്കിലുമൊക്കെ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതും എനിക്ക് ഈ തെറിവിളി പോലെയൊന്നും തോന്നുന്നില്ല. ചില അഭിപ്രായങ്ങൾ അവർ പറയും. നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ പറഞ്ഞ, ഇപ്പൊ ഇങ്ങനെയല്ലേ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയും. ആ അഭിപ്രായം നമ്മൾ മാനിക്കാൻ പഠിക്കണം. അഭിപ്രായം കണ്ടുകൊണ്ട് നേരെ അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുക അല്ലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കും ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ആ ഒരു സെറ്റപ്പാണ് തോന്നിയത്. ദീപ്തി ടീച്ചർ റീസെന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പം സത്യം പറയാല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു അഹങ്കാര സാധനം ഫീൽ ചെയ്ത് എന്തുവാടാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിപ്പോയി. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, സീരിയസ്ലി പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ കോൺടാക്റ്റൊക്കെ ഒരു സമയത്ത് മൊത്തം ഇരുന്ന് കാണും, പ്രത്യേകിച്ച് ആദിവാസി കുട്ടികളുടെ ഇടയിലൊക്കെ ഉള്ള. പക്ഷെ നമ്മളൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും. അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ആണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലടേ. അല്ലെങ്കിൽ നിങ്ങളെ ആ പേരുകൾ എടുത്ത് പറയണം. അത് ഞാനുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ പേരെടുത്ത് പറയണം, അല്ലെങ്കിൽ ഡാനി ഉണ്ടെങ്കിൽ ഡാനിയുടെ പേരെടുത്ത് പറയണം. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരെല്ലാവരും ഈ സാധനം ബാധിക്കും, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെ പേര് മാത്രം എടുത്ത് പറയുക. അതിനുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ നിൽക്കുക. അല്ലാണ്ട് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പാവപ്പെട്ട ആൾക്കാരും കൂടി അതിൽ വന്ന് പെട്ടു. ഒന്നും കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഉൾപ്പെടെ വന്ന് അതിൽ പെടും. അത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. എന്തായാലും ദീപ്തിയുടെ വീഡിയോ കണ്ടു നോക്കാം. ചെല്ലേണ്ട ദിവസമാണ്, അങ്ങനെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്കാണ് നമ്മൾ സൈബർ സെല്ലിൽ പോകണം, ഒരു വക്കീലിനെ കാണണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അതായത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവാണ് എന്ന് കരുതിയ പോലെ അവരെഴുതി മനുഷ്യനെ വ്യക്തിഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വളരെ മോശമായി സംസാരിക്കുക, വളരെ വളരെ മോശമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ സഹിച്ചു. കോട്ട കമന്റ് കിടക്കട്ടെ, വിട്ട് സഹി കെട്ടി നിൽക്കുന്ന ഒരു സമയം വന്നു. മറ്റൊന്നും കൊണ്ടല്ല, 1-2 പേര് സ്ഥിരമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനും, എന്നിട്ട് എനിക്ക് മാത്രമായിരിക്കത്തില്ല, പല വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിലെ ആൾക്കാർ ചുമ്മാ കൂട്ടം കൂടി നെഗറ്റീവ് കമന്റ് ഇട്ട് രസിക്കുന്നു. എടി നീ ഇന്ന് ഇന്ന ആൾക്ക് നെഗറ്റീവ് കമന്റ് ഇട്, എന്നിട്ട് അതൊന്നും എനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഇന്ന ആൾക്കൂടെ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്ര സമയം കിട്ടുമോ, അല്ലെങ്കിൽ ഡ്യൂട്ടി ആയിരിക്കും. തിങ്കളാഴ്ച ഞാൻ ദീപ്തിക്ക് കമന്റ് ഇടാം, ബുധനാഴ്ച നീ ഇന്ന ആൾക്കിട്, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ അറിയിപ്പിക്കാം. ഇങ്ങനെ ആയിരിക്കാം. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞേ, അവരുടെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ദീപ്തി പറയുന്ന കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. എന്തുവാടാ ഇത്? ആൾക്കാര് ദീപ്തിയെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കെതിരെ ഇവിടെ കമന്റ് ഇടുന്നു, അപ്പുറത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കമന്റ് ഇടുന്നു,
എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരാളും ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ ഫേസ് ചെയ്ത് വന്ന് പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോയിലോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി പേസ്റ്റ് അടിച്ച് കമന്റ് അടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭം ഉണ്ടാവും ഇവിടെ? പിന്നെ നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഹസ്ബൻഡ് അടക്കം വളരെ മോശമായ രീതിയിലാണ് കമന്റിന് റിപ്ലൈ കൊടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ഇതിൽ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് അടിയുണ്ടാക്കിയതിന് ശേഷം പിന്നെ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിപ്പോവും മക്കളെ. അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടതും പറയേണ്ടതൊക്കെ പറഞ്ഞു തീർത്തിട്ട് പിന്നെ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാരെ എടുത്ത് വിള എറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അത് എല്ലാവരുടെ അടുത്തും കൂടിയാ പറയുന്നത്. വ്യക്തിക്ക് ആരോ നെഗറ്റീവ് കമന്റ് ഇട്ട് അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാനാണ് പോകുന്നത്. എന്നാൽ ഈ കുഞ്ഞാവയും അതേപോലെ തിരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, മറുപടി ഉൾപ്പെടെ. ഞാൻ അതും കൊടുക്കുക, എന്തായാലും കാണടേ. ഞാൻ നിരന്തരമായി എനിക്ക് കമന്റ് ഇടുന്നത് വളരെ മോശമായി കമന്റ് ഇടുന്നതിൽ ഒന്ന് സൊള്ളി ചന്ദ്രൻ, ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു പേരാണ് സൊള്ളി ചന്ദ്രൻ. പേര് പോലെ തന്നെ ഭയങ്കര സൊള്ളലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൊള്ളി ചന്ദ്രൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നെന്ന് പറഞ്ഞാൽ നീ മറ്റേ റാണിയൊക്കെ എന്നെ തേടി പോകുന്നൊക്കെ പറഞ്ഞു, നീ പോയില്ല. റാണിയൊക്കെ കേസ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അങ്ങ് എന്താണ് മലമറിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പോവും വരും, തപ്പും കേസാക്കും, അങ്ങനെ ഇങ്ങനെയെന്ന്. ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്യാപ്പിൽ നമ്മൾക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയം കൊണ്ട് VR ലവ് യൂട്യൂബ് ചാനലിലെ അവര് അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങളെല്ലാം ആയി, ആളുകളെല്ലാം അവരെ മനസ്സിലാക്കി, അവരുടെ സ്വഭാവം എന്താ കണ്ടപ്പോഴേക്കും നിങ്ങൾ മറ്റേ യൂട്യൂബിലൊക്കെ ഉള്ള വ്യക്തിയല്ലേ എന്നെല്ലാം ചോദിച്ചു. പിന്നെ അവര് മോശം കമന്റ് എനിക്ക് ഇടുന്നില്ല. നമ്മുടെ ചാനലിൽ വന്നിട്ട് നല്ല പോസിറ്റീവ് കമന്റുകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ പിന്നെ എന്തിനാ അവരുടെ പിന്നാലെ പോകണം? ഒരു കാര്യം ചെയ്ത് അത് അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ഒരു പെങ്കൊച്ചുള്ളതല്ലേ, അതുകൊണ്ടാണ് റാണിയെ വെറുതെ വിട്ടത്. നമുക്ക് റാണിയെ വേണ്ട. അല്ലാണ്ട് ശരി ഒരാൾ തെറ്റ് ചെയ്തു എന്നിട്ടെല്ലാം തെറ്റ് മാറ്റി ഇപ്പൊ നല്ലതായത് പണ്ട് നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടി കൊടുക്കല്. ഈ ആൻസി ജെയ്സൺ ഈ ഒരു സ്ത്രീയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ ചാനലിലും പോയിട്ട് നമുക്ക് കമന്റ് ഇടുന്നത്. അവരുടെ അടുത്ത് മര്യാദയുടെ ഭാഷ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. എബൌട്ടിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ ലീഗലി പോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളി, എനിക്കൊന്നും വേറൊന്നുമില്ല, നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങൾക്ക് എന്നോട് എന്ത് ശത്രുതയാവുള്ളത്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, നമുക്ക് സംസാരിക്കാം, നമുക്ക് പറയാം, പരസ്പരം പറയാം എല്ലാം പറഞ്ഞു. ഇതുവരെയും ആരും വേറെ മോശം നെഗറ്റീവ് കമന്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് ഇട്ടിട്ടില്ല. ദീപ്തി, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ് നിങ്ങളെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റഡ് ആക്കി വെക്കുക. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ മറ്റേ എന്തോ സംഭവം ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ, അതിന്റെ പേര് മറന്നു. ആ സംഭവങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് കമന്റ് മാത്രമേ കമന്റ് ബോക്സിൽ വരത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ പറ്റും യൂട്യൂബിൽ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുക. അല്ലാണ്ട് നിങ്ങളെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇറങ്ങി പോയി കേസ് കൊടുക്കാൻ നടന്നു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടറ ഇതൊക്കെ എവിടെ പോയി ഇടിച്ചിരിക്കുമെന്ന് ഉള്ള കാര്യം പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാട് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്യും, അത് ആവശ്യമില്ലാത്ത കമന്റ് ആണെങ്കിൽ. എന്നാൽ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പണ്ട് പറഞ്ഞത് ഇന്ന് പറയുന്നതിന് നമ്മൾ സംസാരത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ലിമിറ്റഡ് ആക്കി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തുകളാം. അങ്ങനെ പല പരിപാടികളും ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് എനിക്ക് വേറായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, കേസ് കൊടുക്കുക എന്ന് വെച്ച് കേസ് കൊടുക്കാം. പിന്നെ എവിടെയോ എന്തോ കുത്തിപ്പറഞ്ഞ സ്ഥിതിക്ക് എന്നെയും വലിച്ചിട്ടതുപോലെ ഫീൽ ചെയ്ത് ഞാൻ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിലും എനിക്കൊന്നുമില്ല. ഇന്ന് പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉള്ള സത്യം പറയാലോ, കുഞ്ഞാവേം അവളും നല്ലോണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി കുഞ്ഞാവെ പ്രൊവോക്ക് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ എന്താണ് സെക്കൻഡ് ഹാൻഡ്, അതായത് ദീപ്തി എന്നുള്ള ഐഡിയിൽ നിന്ന് ഏതോ ഒരു ചേച്ചി മെസ്സേജ് അയച്ചു. അപ്പൊ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെയാണ്, എനിക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണുള്ള ഐഡിയ അല്ലാണ്ട് വേറെ ഐഡിയ ഇല്ല, ഞാനല്ല ദീപ്തി. അപ്പോൾ ഞാനത് പറഞ്ഞോണ്ട് അവരെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞാവ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നീ മറ്റേ സെക്കൻഡ് ഹാൻഡ് അല്ലേ, ഒരു കള്ളുകൂടിയാൻ 8 വർഷം കൊണ്ടു നടന്ന സെക്കൻഡ് ഹാൻഡ് മുതലല്ലേ നീ എന്ന് എഴുതി. അതെനിക്ക് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ അതേസമയം കുഞ്ഞാവ് ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ കുഞ്ഞാവ് നല്ല രീതിയിൽ പറഞ്ഞു, ഇവർ പരസ്പരം നല്ലോണം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതേപ്പറ്റി അറിയേണ്ട കാര്യമില്ല, ഞാൻ അവരുടെ കാര്യമായി. ദീപ്തി, ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡിന്, അതും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ റീസെന്റ് ആണ് പറയുന്നത്, ആ വ്യക്തിയെ കുറിച്ചിട്ടും നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കുറെ കുറ്റങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു, എനിക്ക് ഭയങ്കര മോശം അനുഭവമായിരുന്നു, ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, ഞാൻ അടങ്ങുന്ന എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ ഒരു പോയിന്റിലെത്തിയപ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിരന്തരം ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിട്ട് ആ വ്യക്തിയെ പറ്റി പറഞ്ഞ് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കും അത് പേഴ്സണലി എന്തോ പോലെ തോന്നി, പണ്ട് പറഞ്ഞ കാര്യമല്ല വീണ്ടും റിപ്പീറ്റ്ലി പല സമയങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കും തോന്നി. കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ
അന്ന് പറഞ്ഞതിലും ഇന്ന് പറഞ്ഞതിലും എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർ അത് നോട്ടീസ് ചെയ്തിട്ട് അവർ ചോദ്യം ചോദിക്കും. ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വന്ന് നിങ്ങളുടെ കോണ്ടന്റ് സാധാരണ ചെയ്യാനുള്ള ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് തീരും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ ചോദ്യം ചോദിക്കും. പിന്നെ നിരന്തരം നിങ്ങൾ ഇത്രയും വർഷമായിട്ട് അങ്ങനെക്കുറിച്ച് കുറ്റം പറയുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ വേറൊരു ക്യൂരിയോസിറ്റി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കണമെന്ന് തോന്നും. അങ്ങേർക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ എന്ന് നമുക്കും തോന്നിപ്പോകും. അത് നമ്മളാരും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിരന്തരം വന്ന് ആ വ്യക്തിയെ പറ്റി കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ആ വ്യക്തിയുടെ ഭാഗം കൂടി കേൾക്കാനുള്ളൊരു ആകാംക്ഷ ക്യൂരിയോസിറ്റി ഒക്കെ തോന്നും. അത് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അങ്ങനെ തോന്നും. അതിൽ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് ആര് പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കുന്നത് അതൊരുമായി തന്തയില്ലാത്ത പരിപാടിയാണ്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാതെ മാന്യമായി ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യവുമില്ല. ഡാനി സത്യം വന്നിരുന്ന് വീഡിയോ ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് രാവിലെ കുഞ്ഞാവയും അവളും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു കമന്റ് ബോക്സിൽ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അടിച്ചതിന് ശേഷം പിന്നെ വന്നിരുന്ന് മെഴുകിയിട്ട് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുഞ്ഞാവ കൊടുത്തിട്ടുള്ള റിപ്ലൈ ഞാൻ വായിക്കാം, അതിന് മുന്നേ കണ്ടുനോക്കാം. എനിക്ക് ഇപ്പൊ എന്താ പുള്ളിക്കാരി ഇപ്പോഴും മറ്റേ സതിയുടെ കാലഘട്ടത്തിലാണ്. ഭർത്താവ് മരിച്ച അപ്പ കുട്ടിയിൽ ചാടിക്കണോ ഇല്ല സെക്കൻഡ് ഹാൻഡാ. ഇവരുടെയൊക്കെ വീട്ടില് ഇപ്പൊ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, കാർന്നോമാരായാലും മരിച്ചു കഴിഞ്ഞാൽ കാർന്നോത്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാർന്നോത്തി പിന്നെ വിൽക്കാൻ കൊണ്ട് വാതൊക്കെ വെക്കുമായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ. കാരണം സെക്കൻഡ് ഹാൻഡ് ആയല്ലോ. പിന്നെ പറയുന്നുണ്ടായിരുന്നു അന്തസ്സായിട്ട് എന്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ചു, ഞങ്ങൾ സുഖവും ദുഃഖവും ഒക്കെ പങ്കിട്ട് മക്കളുമായി ഒക്കെ ജീവിക്കും. എല്ലാവരും അങ്ങനെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് തന്നെയാണ് വരുന്നത്. എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. ഒരു നിമിഷം മതി, നമുക്ക് പറയാൻ പറ്റത്തില്ല അടുത്ത നിമിഷം. ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 10 മിനിറ്റ് കഴിയുമ്പോൾ എന്താ എന്റെ ജീവിതം എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വേറെ 1-2 പേരോടുണ്ട് ഞാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വരും, എനിക്ക് വന്ന് കാണണം. കാരണം കഴിഞ്ഞ ആഴ്ച കേസ് കൊടുക്കാൻ ഞാൻ കാര്യം എന്നുള്ള വ്യക്തമായിട്ട് പറയാം. എനിക്ക് കേസിലോട്ട് വരും മുമ്പേ ആൻസി ഒന്നും ആരോ ആണ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാൻഡിന്റെ കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞതിനുള്ള നല്ല ഒന്നാം തരം മറുപടി നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അവരെ തമ്മിൽ എന്താ വ്യത്യാസം? എന്നെ ഒരുത്തൻ തെറി വിളിച്ച് ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് ചോദിക്കാനുള്ള. അതുകൊണ്ട് അവിടെ അത് തന്നെ വെട്ടിപ്പോകുന്നുണ്ട്. ഇനി ഇതും കൊണ്ട് കേസ് കൊടുത്തെന്നോ ഞാൻ പിടിച്ചാത്തിടാനൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്നെ കാര്യം പിടിക്കും. അതിനുള്ള ബോധം വിവരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയേണ്ടത് പറഞ്ഞതിന് ശേഷം കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആൻസി ഇതെടുത്തോണ്ട് പോയി തിരിച്ച് കൗണ്ടർ അടിച്ചു കൊടുത്താൽ പൊട്ടാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ കേസ് എത്രത്തോളം പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് ചില റിയാക്ഷൻ വീഡിയോക്കാരിരുന്ന് തെണ്ടുക. പിന്നെ ദിത്യയുടെ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ, അവരുടെ പഴയ വീട് എവിടെയാണെന്നൊന്നും പറയുമോ, ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചാൽ ഒരു തൊള്ളി തരുമോ, ഒരു ശകലം തരുമോ, എന്തിനാ ഇങ്ങനെ തരുത്? എന്തായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കണ്ടന്റ് അല്ലേ ഞാൻ ഇടുന്നത്. ഈ ഇട്ടോറുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഓരോ സെന്റൻസ് എടുത്ത് വെച്ചിട്ട് ചിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നു. നിങ്ങളൊരു ടീച്ചറല്ലേ, അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു വീണ്ടും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും ചിരിയാ വരുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അത് അടുത്ത സെന്റൻസിൽ ഇത് തന്നെ. പിന്നെ ഞാൻ പെട്ടത് 2 റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. 2 റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരാൾ എന്നെ നല്ല രീതിയിൽ ഹരാസ് ചെയ്യാവുന്നിടത്തോളം ചെയ്തു. അപ്പൊ ആ ഹരാസ് ചെയ്ത വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉണ്ട്. എനിക്ക് അതാണ് മനസ്സിലാത്ത 2 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടതാണ് നിങ്ങളെന്ന്. ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്തു, ഒരു വ്യക്തി നിങ്ങളെ ഹരാസ് ചെയ്തു. അതെന്താണ്? അതെനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം ദീപ്തി, അല്ലാതെ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. ഈഗോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങും തൊടാതെ പറഞ്ഞ് അതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഏതാണ് ആ 2 വ്യക്തി? പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഡാനി സത്യൻ ഇതിലുണ്ട്. ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബർ ഈ സംഭവത്തിലുണ്ട്. അവന്റെ പേര് എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആണ്. തന്നെയുള്ള കേസുകൾ പറഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായതാണ്. ഇനി ബാക്കി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്നു ഞാൻ പേര് പറഞ്ഞൊരു വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ വോയിസ് മെസ്സേജ് ആണ് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ്. എന്റെ എക്സ് ഹസ്ബൻഡിന്റെ പിന്നെ പെങ്ങളുടെ വോയിസ് പുറത്ത്. അപ്പൊ ആരും പറയുന്നു അതിന് അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, തമ്പനയിലാണല്ലോ ഉള്ളതെന്ന്. തമ്പനയിൽ ഉണ്ടായാൽ മതി. ഒരാൾ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചു, ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ആ തമ്പനയിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദി. ഓക്കെ, ഡാനി അതിൽ തമ്മിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വാട്ട് എവർ. ഡാനി അന്ന് തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോയുടെ അകത്ത് അവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ ആണെന്നുള്ള രീതിയിൽ. എന്തായാലും അവന്റെ നെഞ്ചത്ത് അടിച്ചു വെക്കാനുള്ള ഒരു ട്രാക്ക് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ ഇങ്ങനെ ഒരു മിസ്ലീഡിങ് സാധനം ഉണ്ടാക്കി എന്നുള്ള സാധനം
അവനിലേക്ക് അടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് പോലെ. എന്തായാലും കൊള്ളാം, നടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ ചിരി പറഞ്ഞു, സീരിയസിൽ പറയാൻ ചിരി വരുന്നു. പിന്നെ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എക്സ് ഹസ്ബൻഡ് എന്നും പറയാൻ പറ്റത്തില്ല. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നിരന്തരം വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് നമ്മളെപ്പോലുള്ളവര് അല്ലെങ്കിൽ ജനങ്ങൾ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രാവശ്യം പറയുകയാണ് നമുക്ക് അങ്ങേരുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന്. അതിലെന്താണ് തെറ്റ്? എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. അങ്ങേരുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കുഞ്ഞാവ പറയുന്ന ഒന്ന് കേട്ട് നോക്കാം. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അത് സ്വാഭാവികമാണ്, എല്ലാവരും പറയാം. അതിനാണല്ലോ കമന്റ് ബോക്സ് ഉള്ളത്. ഈ നെഗറ്റീവ് പറയുന്ന എന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ അതിന് സുഖം കണ്ടെത്തുക എന്നുള്ളത് അതിന് നെഗറ്റീവ് കമന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിന് നെഗറ്റീവ് അപ്പോൾ എന്നെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയും, എൻ്റെ ഭാര്യനെ പറഞ്ഞാൽ 10 തിരിച്ചു പറയും. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ ഫാമിലി, കുറച്ചല്ല ഒരു കമന്റിൽ വന്നത് നമ്മൾ അതുപോലത്തെ ലോക്കൽ ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. എന്നോട് എൻ്റെ ആദ്യം പറഞ്ഞു പഠിപ്പിച്ചിട്ട് അടിച്ചാൽ തിരിച്ചടിച്ചോളാം, ആരായാലും. എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല അടിച്ചാൽ തിരിച്ചടിക്കാം, പക്ഷെ ഞാൻ അടിച്ചാൽ തിരിച്ചടിക്കാം. അത് വേറെ കാര്യം തന്നെ കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ബ്രോ. അത് വേറെ ഒരു വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളിവിടെ പറയുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സ് ആർക്കും അഭിപ്രായം പറയാം, പക്ഷേ നെഗറ്റീവ് മീൻസ് മോശമായിട്ടും വ്യക്തിഹത്യ ചെയ്യുന്ന സാധനം പറയാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ആൻസിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്ലൈ ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. സഖാവ് നിതേഷ് എന്നല്ലേ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചാനലിനെ നന്നാക്കാഞ്ഞിട്ട് ചേച്ചിക്ക് ഇരിക്കെ പുറതിയില്ലല്ലോ. ഡാനിയുടെ ചാനലിൽ വിജയുടെ സിസ്റ്റർ ആണെന്നും പറഞ്ഞ് വോയിസ് കൊടുത്ത ആളല്ലേ ചേച്ചി? ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ അറിവിൽ, വിജയുടെ അറിവിലും അവന്റെ അമ്മയുടെ അറിവിലും അവർക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ അവരുടെ പെങ്ങളായത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ബാക്കിയും കൂടി വായിക്കാം. ഇനി എവിടെ പോയാ? ഇനി നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ബന്ധം വല്ലതും ആണോ? ഒരാൾ നന്നാകുമ്പോൾ നല്ല കണ്ണുകടിയാണല്ലേ, അതിന്റെ തൽക്കാലം വല്ല മുള്ളുമുരിക്കലും വലിഞ്ഞു കയറുന്നതായിരിക്കും നല്ലത്. ഇതുകൊണ്ട് നിങ്ങളുടെ കടി മാറില്ല. എന്നാലും ഇതിപ്പോ നല്ല ഒന്നാം തരം റിപ്ലൈ അല്ലേ നമ്മുടെ കുഞ്ഞാവയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി കുഞ്ഞാവയും ഹാൻസിയും ഒക്കെ തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളുരുക്കി കയറി പിടിക്കാനും അടിക്കാനും കഴപ്പ് കടിയൊക്കെ തീർക്കാൻ വേണ്ടി പറയുമ്പോൾ പിന്നെന്താ വ്യത്യാസം മിസ്റ്റർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാണ്ട് അവര് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ വാ പൂട്ടി മിണ്ടായിരുന്നിട്ട് കേസ് കൊണ്ട് കൊടുത്താലും ന്യായമുണ്ട്. ഇത് തിരിച്ച് നല്ല മുള്ളൂരിക്ക് കയറി പിടിക്കാനും കടി തീരുന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഈ എന്ത് പറയാനാ? ഈ ദീപ്തി കേസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, പേപ്പറൊക്കെ ഒന്ന് നോക്കാം. എഴുതി കൊടുത്ത പരാതി, ആളുകളുടെ പേര്, പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് കുറച്ച് കാണിച്ചേ. ബാക്കിയെല്ലാം കാണിച്ചല്ലോ, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കേസ് കൊടുത്തു തന്നെയാണ്. പിന്നെ നമ്മള് ചാനലുകാർക്ക് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല, അതിന്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമന്റ്സിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം. അതിന് ഹാർട്ട് കൊടുക്കുക, അതിനെ കൊണ്ട് പിൻ ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യം. ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിൽ ഇട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു, കളിയാക്കുന്നു, പാടുന്നു, കരയുന്നു, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്റെ ചാനൽ എന്താണെന്നുള്ളത്. അത് എല്ലാവരും കേൾക്കാൻ പറ്റുമല്ലോ, അതെല്ലാവരും കേട്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ് ബോക്സ്. അതിന് പ്രത്യേകിച്ച് മറ്റുള്ള ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ വിളിച്ച് പറയുമെങ്കിൽ ആ നന്നാക്കുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി, നിങ്ങൾ നന്നാക്കുമല്ലേ, നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ. ഇനിയെങ്കിലും സമ്മതിക്കും. 4 പേരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്നത് എന്നുള്ളത്. അതിലൊരു അന്തസ്സുണ്ട്. അതിന്റെ റീസൺ എനിക്ക് അതാണ് ചൊറിഞ്ഞു വന്നേട്ടാ. 4 പേരെ കുറ്റം പറഞ്ഞിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ദീപ്തി പറഞ്ഞു. ദീപ്തി അത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ദീപ്തിയുടെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ വരെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറക്കരുത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടത്താനാണെങ്കിൽ അതങ്ങോട്ട് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. കമന്റ് ബോക്സിന്റെ താഴെ വന്ന കമന്റ്സിന് ഹാർട്ട് അടിച്ചതാണ് നമ്മൾ ചെയ്ത കുറ്റമെന്ന്. പക്ഷേ എന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ് ഞാൻ മിക്കതും ഹാർട്ട് അടിച്ച് വിടാറുണ്ട്. അത് ഞാനാണെങ്കിലാണ് എന്റെ കമന്റ് ബോക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഹാർട്ട് അടിച്ച് വിടാറുണ്ട്. അതിന്റെ റീസൺ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ ഹാർട്ട് അടിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിൽ കമന്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്താലേ അടുത്ത പുതിയ കമന്റുകൾ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ഹാർട്ട് അടിച്ച് വിടുന്നത്. ഇനി ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഹാർട്ട് അടിച്ച് വിടാറുണ്ട്. ചില കമന്റ്സ് അങ്ങനെ നെഗറ്റീവായ കൂടി ഞാൻ ഹാർട്ട് അടിച്ച് വിടാറുണ്ട്. എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ ഹാർട്ട് അടിച്ച് വിടാറുണ്ട്. പിന്നെ അതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, പിന്നെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. ഓക്കെ, പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പൈസ ഉണ്ടാക്കുന്നുണ്ട് കൺഫേം. എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനം കാണിക്കും. അത് കാണിക്കാതെ വീഡിയോ ചെയ്ത ചരിത്രമില്ല. അത് കാണിച്ചു തന്നെയാണ് ഇന്നും എന്നും അന്നും വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുന്നത്. ഒന്നത്, 2 പിന്നെ നല്ലത് പറയുന്നവരുണ്ട്. നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം. നല്ലത് പറയുന്നവരെ മാത്രം നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല. ഓക്കെ, അതായത് പലരുടെയും പ്രാക്കാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്നാണ്. ഓക്കെ, പ്രാക്കായിരിക്കാം, മേ ബി പ്രാക്കോടെ ആയിരിക്കാം വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം
തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കും. അതിന്റെ പേരിൽ നിങ്ങളെ പ്രാവ്യെന്ന് പറഞ്ഞ് ഏക്കാൻ പോകുന്നില്ല. അങ്ങനെ ഏക്കുന്നെങ്കിൽ ഏക്കട്ടെ, എനിക്ക് ഇനിയിപ്പം കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നിങ്ങളെയൊക്കെ ഉള്ള കാലം നല്ലത് പറഞ്ഞ് മാത്രം വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. തെറ്റ് കണ്ട തെറ്റെന്ന് പറയും. അതിപ്പം നിങ്ങളായാലും ആരായാലും അതത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഞങ്ങൾ ഒരാളെന്നും വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദീപ്തി തന്നെ ദീപ്തിയുടെ ഓൾഡ് വീഡിയോസും ചെക്ക് ചെയ്താൽ മതി. അന്ന് പറയുന്നല്ല ഇന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കമ്പാരിസൺ ചെയ്താണ് ഡാനി വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഡാനി അങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ദീപ്തിക്ക് ചിലപ്പോൾ പൊള്ളി കാണും. അതിൻ്റെ താഴെ വന്ന കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊക്കെ ആയിരിക്കാം മേ ബി. എന്തായാലും നടക്കട്ടെ. ഇനിയിപ്പോൾ ഡാനി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാലും ഞാൻ അവിടെ ജയിലിൽ പോയിട്ട് കണ്ടൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കുക. അല്ലാണ്ട് ഏറ്റവും പറ്റിയ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്.